സാജ, കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? എനിക്കാണെങ്കിൽ അങ്ങോട്ട് വരാനും പറ്റില്ല. അതേ, ഈ കാലുവേദന ഇച്ചിരി കൂടുതലായിപ്പോ. ആ അല്ല, ഈ സുരഭി അവിടെ ജോലി ചെയ്യുന്ന കാര്യം നമ്മുടെ പ്രതീക്ഷ അറിഞ്ഞിട്ടില്ലല്ലോ. ആ, താനും ഇതൊന്നും അറിഞ്ഞതായിട്ട് ഭാവിക്കരുത് കേട്ടോ. കാര്യങ്ങളൊക്കെ അപ്പോഴപ്പോ എന്നെ അറിയിച്ചുകൊണ്ടിരിക്കുക. ആ എന്നാ ശരി, ജോലികളൊക്കെ നടക്കട്ടെ കേട്ടോ. ഓക്കെ. ആന്റി ചായ. കുട്ടിയോട് ആരാ ഇത് കൊണ്ടുവരാൻ പറഞ്ഞേ? എന്ത് പറ്റി? അല്ല, ഇതിനൊക്കെ ഞാനിവിടെ വേറെ ആളിനെ നിർത്തിയിട്ടുണ്ടല്ലോ. അല്ല, ഞാൻ കുറെ ദിവസമായി ആന്റിക്ക് ഒരു ചായ ഇട്ടായിരുന്നു എന്ന് വിചാരിച്ചു. ഒന്ന് കുടിച്ചു നോക്ക് ആന്റി. ഇത് കുട്ടി ഇട്ടതാണല്ലേ? അതെ ആന്റി. കുടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. പറയാം. എങ്ങനെയുണ്ട് ആന്റി? ഇതുപോലത്തെ ചായ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ടോ? ഇത് ഞാൻ ബാംഗ്ലൂരിൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. എവിടെ? ബാംഗ്ലൂരില്. ബാംഗ്ലൂരായിരുന്നു, കേരളത്തിലല്ല. ശരി. അല്ല, ഇതുപോലത്തെ ചായ ആർക്കെങ്കിലും ഇട്ട് കൊടുത്തിട്ടുണ്ടോ? പിന്നെ ഞാൻ വീട്ടിലുള്ള ദിവസം അച്ഛനും അമ്മയ്ക്കും ഞാൻ തന്നെ ചായ ഇട്ട് കൊടുക്കാറ്. അയ്യോ പാവം. എന്താ പറഞ്ഞേ? അല്ല കുട്ടിയെ ഇങ്ങനെ അച്ഛൻ അമ്മ എന്നൊക്കെ പറഞ്ഞപ്പോ കുട്ടിക്ക് അവരോടുള്ള സ്നേഹം ആലോചിച്ച് ആ പാവം എന്ന് പറഞ്ഞു. ശരി ആന്റി, എനിക്ക് അവരെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അതെ, അവർക്കൊരു ദുഃഖദശയായിരിക്കും ഇപ്പൊ. പാവം, ശരിക്കും മിസ് ചെയ്യണ്ട ആന്റി എനിക്ക് അച്ഛനമ്മയും. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്തൂടെ, ഇവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങാതെ എന്റെ മോളെ അങ്ങ് അവരുടെ കൂടെ ചെല്ല്. അതെങ്ങനെ ശരിയാവും ആന്റി? ഞാൻ ഇനി വീട്ടിൽ പോയി എനിക്ക് ആന്റീനെ മിസ് ചെയ്യില്ലേ? ആരെ? ആന്റീനെ മിസ് ചെയ്യും എനിക്ക്. അത് ശരി, ഇപ്പൊ അങ്ങനെയാണോ? കൊള്ളാം. ആന്റിയുടെ ചിരി കണ്ട് എന്ത് ഭംഗിയെന്നറിയോ, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാനല്ലേലും ഭംഗിയുള്ള ആളാ. എനിക്കറിയാം. അയ്യോ എന്റെ പൊന്നെ. അല്ല കുടിക്കാൻ ഞാൻ എനിക്കൊന്ന് വാഷ്റൂമിൽ പോകണം. മോളിയല്ലേ, ഞാനേ വാഷ്റൂമിൽ പോയിട്ട് വന്നിട്ട് ഈ ചായയൊക്കെ കുടിച്ചിട്ട് എന്നിട്ട് ഞാൻ അതിന്റെ വിവരങ്ങളൊക്കെ പറയാം. അല്ല, ഇപ്പൊ കുടിക്കുകയാണെങ്കിൽ ഞാൻ കഴുകി വെക്കാം. അയ്യോ അതൊന്നും വേണ്ട. അതൊക്കെ ഞാൻ ഈ കപ്പ് കൊടുക്കണ്ടവന്റെ കൊടുത്ത് അവനോട് രണ്ട് വർത്താനം എനിക്ക് പറയണം. ശരി പോട്ടെ. വേറെ എന്തെങ്കിലും ഹെൽപ്പ് വേണം? അയ്യോ ഒന്നും വേണ്ട, ഇപ്പൊ ഇത് കിട്ടിയതേ വലിയ ഹെൽപ്പാ. മുഴുവൻ കുടിക്കണേ? അയ്യോ മുഴുവൻ കുടിക്കും. ശരി. ഒരുമാതിരി ഉളുപ്പം ചായ കൊണ്ടിട്ടോണ്ട് തന്നിട്ട് രാവിലെ സുഹാസിനെ പതപ്പിക്കാൻ നോക്കുന്നു. ഇതൊക്കെ നീ എന്നൊക്കെ പള്ളി പറയടി. എന്താ പറഞ്ഞത്? നീ എന്താണ് ഉണ്ടാക്കുന്നേ? കണ്ടിട്ട് എന്ത് തോന്നുന്നു? നിന്റെ അടുത്ത് ചോറും കറിയും ഉണ്ടാക്കാനല്ലേ കൊച്ചമ്മ പറഞ്ഞിട്ടുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കരുതെന്ന് പറഞ്ഞില്ലേ? ബ്രേക്ക്ഫാസ്റ്റ് ഞാനാണ് ഉണ്ടാക്കേണ്ടത്. കൊച്ചമ്മ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. കൊച്ചമ്മ എന്നോട് പറഞ്ഞത്, തങ്കമണി നീ ഇവിടെ വന്ന് എനിക്ക് വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി തരണമെന്നാ പറഞ്ഞിട്ടുള്ളേ. അതുകൊണ്ട് ഞാൻ എല്ലാം ചെയ്യും. നീ അങ്ങനെ ഉണ്ടാക്കണ്ട, ഇവിടെ മാറി കഴിയും. എന്താ നത്തേ, നീ എന്താ എന്നെ വിളിച്ചത്? ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് നത്തേന്ന് വിളിക്കരുത്, മനസ്സിലായ? നിന്നെ ഞാൻ നത്തേ തന്നെ വിളിക്കും. നീ നത്തേന്ന് വിളിച്ചു കഴിഞ്ഞാലേ എന്റെ എട്ട് പേര് വിളിച്ചാൽ ഞാൻ മറ്റേ പേരും കൂടെ പറയും. എന്ത് പേര്? നീ ഓർമ്മയില്ലേ? ഇല്ല. ഓൾ കേരള കാരിസൻ അസോസിയേഷന്റെ ഗ്രൂപ്പിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ കിടന്ന് കറങ്ങയാണ്. ആരെ വിളിച്ചു ചോദിച്ചാലും പറഞ്ഞു തരും. അറിഞ്ഞൂടാ? ഒരു ക്ലൂ തരാം. വർഷങ്ങൾക്ക് മുമ്പ് രാമേന്ദ്ര സാറിന്റെ മോളെ കല്യാണം, അന്ന് കുറെ അടുക്ക് കെട്ടി കൊണ്ടുപോയി അന്ന് വീണ പേര് ഓർമ്മയില്ലേ? പറയാം, പപ്പടക്കള്ളി. അതും ഞാൻ എനിക്ക് വേണ്ടാത്ത പേര് നീ വിളിച്ചോ. വേണ്ടാത്ത പേരാ. നമ്മളെ ഗ്രൂപ്പിലുള്ള ആരെ വേണോ? സുഗതനെ വിളിക്കണോ? സോമനെ വിളിക്കണോ? അതോ മണിയനെ വിളിക്കണോ? ആരെ വിളിച്ചു ചോദിച്ചാലും കറക്റ്റ് അവര് പറയും പപ്പടക്കള്ളി. അങ്ങനെ പറഞ്ഞാലേ അറിയാവൂ. തങ്കമണി എന്ന് പറഞ്ഞാൽ അവർക്ക് അറിഞ്ഞൂടാ. നത്തേന്ന് വിളിക്കാൻ ഞാൻ പറഞ്ഞു. ഓയ് പപ്പടക്കള്ളി. കുഴപ്പം? പപ്പടക്കള്ളി 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 നത്ത് നിന്റെ നത്ത് വച്ചിട്ടുണ്ടേ. എന്താണ് ഇവിടെ കുറെ നേരമായല്ലോ തുടങ്ങി. ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല. കൊച്ചമ്മ, ബ്രേക്ക്ഫാസ്റ്റ് ഞാനല്ലേ ഉണ്ടാക്കേണ്ടത്. എവിടെ ഉണ്ടാക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു കൊച്ചമ്മ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, രണ്ടുപേരിൽ ആരെങ്കിലും ഉണ്ടാക്കി എനിക്ക് തരണം. ഇല്ലെങ്കിൽ രണ്ടുപേരും പുറത്തോട്ടിറങ്ങി ഞാൻ വല്ലതും ഉണ്ടാക്കി കഴിച്ചോളാം. അയ്യോ അത് വേണ്ട കൊച്ചമ്മ, ഞാൻ നിൽക്കല്ലേ, ഞാൻ ഉണ്ടാക്കി തരാം. അതൊക്കെ ഇരിക്കട്ടെ.
ആ പെണ്ണിന്റെ കയ്യിൽ ചായ കൊടുത്തേക്കാൻ ആരാണ് അതിനോട് പറഞ്ഞത്? അയ്യോ ഞാനാണ് അങ്ങനെ തീരുമാനിച്ചത്. ആണോ? ഓ, ആ ഒരു നല്ല ദിവസം തുടങ്ങുന്നതേ ഒരു നല്ല ചായ കുടിച്ച് മനസ്സിനൊരു സന്തോഷത്തോടുകൂടി അങ്ങനെയൊക്കെ നശിപ്പിച്ച് കളഞ്ഞല്ലോടാ എന്റെ ഈ ദിവസം. എന്ത് കൊച്ചമ്മ കൊള്ളൂലായിരുന്ന ചായ? അതാ മോന്തി നോക്കാൻ കൊണ്ട് പിടിയടാ. നിന്നോട് പറയുന്നത് വിളി നീ ചെയ്യണം, മനസ്സിലായില്ലേ? ഒരു ചായ രാവിലെ കൊണ്ടുവന്ന് നേരെ ഒരു ചായ ഇട്ട് എനിക്ക് കൊണ്ടു തരണം. അതിന്റെ ഏജന്റ് എന്തിനാ നിന്റെ ഇടയ്ക്ക്? അല്ല തങ്കമണി, ബ്രേക്ക്ഫാസ്റ്റ് നീ ഉണ്ടാക്കിയാൽ മതി. അല്ല കൊച്ചമ്മ ബ്രേക്ക്ഫാസ്റ്റിനെ ഉണ്ടാക്കാം. കൊച്ചമ്മ അതെ കൊച്ചം അതും പോയി ഇതും പോയി. ഓടി പപ്പടക്കള്ളി. നീ പോടാ നത്തെ. ഉപ്പ് വാരിയിട്ടേക്കുന്ന ഓടി പപ്പടക്കള്ളി. ഈ അച്ചു ഇത് എവിടെ പോയി കിടക്കുന്നു? വെറുതെ കോസ്റ്റ്യൂമും ചീത്തയാവും. രാവിലെ മനുഷ്യനെ മെനക്കെടുത്തായി. സമയം എന്തായി? ഓ ഇതിനകത്ത് ഇന്ന് 3 മണി എന്നല്ലത്. അംബുജൻ അങ്ങനെ കണ്ട ഇന്നെന്റെ ഫുൾ ഡേ പോവും. എന്റെ പ്ലാൻ മൊത്തം ഇന്ന് കൊളാവും. വിളിച്ചിരിക്ക. അയ്യോ സാധനം സാർ. ഹലോ സാറേ, മനഃപൂർവ്വം അല്ല ഇന്ന് വരാൻ പറ്റാൻ എന്താന്ന് വെച്ചാലേ എന്റെ കൂടെ പണിക്ക് സഹായിട്ട് വരുന്ന ഒരു പരട്ട മുടിയനുണ്ട്. അവൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. സാറേ ഞാൻ ഒറ്റയ്ക്ക് വന്ന പണി ചെയ്യാൻ പറ്റത്തില്ല, ഒരു സഹായം ഉണ്ടായാലേ പറ്റത്തുള്ളൂ. വേണ്ട വേറെ ആളെ വിളിക്കാം, ഞാൻ രാവിലെ അവനെ എങ്ങനെ തപ്പിയെടുത്തോണ്ട് വന്ന് തീർത്തു തരാം. ഓ എവിടുന്ന് എങ്ങനെയും കഷ്ടപ്പെട്ടൊരു പണി എടുക്കുമ്പോ പണിയില്ല അവൻ പറയണ പണി പിടിയണ്ണ പിടിച്ചു കഴിയുമ്പോ ലീവ് കാണാ പറട്ട മുടിയത് എവിടെ പോയി കിടക്കുന്നു? ആശ ചേച്ചിയുടെ ഒച്ചായി മുടിയ നീ ഇവിടെ ഇപ്പൊ ഉണ്ടായിരുന്ന കണ്ടില്ലേ? വലിയ അഭിനയിക്കില്ല. എന്റെ ആശയാണ് ഞാൻ നിന്നെ കണ്ടില്ലേ? കണ്ടില്ല. ഓ എന്ത് പുതിയ ലുക്കില് എന്താ സംഭവം? നീ എന്താ കോളത്ത് നാരങ്ങാളം വെക്കാൻ പോണിറങ്ങി. ഞാൻ പുതിയ 4 ഷർട്ട് എടുത്തു. എന്തിന്? കുറച്ച് ആവശ്യങ്ങളും പദ്ധതികളും ഉണ്ട്. നീ ഞാനറിയാതെ കുറെ പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് കോളനി വെറുതെ ഒരു സംസാരം ഉണ്ട്. നല്ലതാ. ആയിക്കോട്ടെ, നീ ഇപ്പൊ ഒരു കാര്യം ചെയ്യ്. സാധനം നമുക്ക് പഠിക്കാം. സാധനന്റെ വീട്ടിൽ പണിയുണ്ട്. ഞാൻ വരുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറച്ച് പദ്ധതിയുടെ പുറയിലാണ്. എന്താവശ്യം എന്നോട് പറ. അതല്ല ഇയാളത് പറയണമെന്നുണ്ടോ? ആണേ ഈ കണ്ടുപിടിച്ച പ്ലാൻ പൊളിഞ്ഞിട്ടേ വരും. ചില പൈസക്ക് വരും അമ്പാന്റെ വീട്ടിലോട്ട്. അതെന്തരായിക്കോട്ടെ, നിങ്ങൾ തൽക്കാലം ഇപ്പൊ ഇവിടുന്ന് പോകും. ഇവിടുന്ന് ശരിയാവത്തില്ല. അതുകൊണ്ടാണ്. എന്ത് ശരിയാവത്തില്ലെന്ന്? അണ്ണാ സുരഭിയും പ്രതീക്ഷയും തമ്മിൽ ഒന്നിപ്പിക്കാൻ വേണ്ടിയേ ഞാൻ ഇപ്പൊ അച്ചുവിന്റെ പുറയില്ല. പണി തീർത്തിട്ട് പൈസ മേടിച്ചോണ്ട് പോടാ. അവിടെ പറയും സാധനം എടുക്കും. അണ്ണാ ഞാൻ പറഞ്ഞില്ല ഞാൻ വരുന്നില്ലെന്ന്. എന്ത്? ഞാൻ ഇപ്പം അച്ചുവിന്റെ മുന്നിൽ ഞാൻ ലണ്ടനിൽ നിന്ന് വന്ന SK ആണ്. ഈ പേത്തിൽ മുടിയും വെച്ച് നീ ലണ്ടൻകാരനാ? ഈ പോടാ മുടിയാന്റെ പണി മുടിയാന്ന്. മുടിയനല്ല, ഞാൻ SK എന്ന് പറയുമ്പോ ശ്രീകണ്ഠൻ നായർ. ശ്രീകണ്ഠൻ നായർ അണ്ണാ. ഞാൻ സുവർണകുമാർ പ്രോ. നീ പണിസാധനം എടുത്തോണ്ടോ? ഞാൻ വരുന്നില്ല അണ്ണാ. നിങ്ങളിവിടെ നിൽക്കില്ലെന്ന് പറഞ്ഞ കാര്യം എന്താ പറയാമോ? ഇത് ഞാൻ അച്ഛനെ മീറ്റ് ചെയ്യാൻ നിൽക്കുന്ന ഒരു സ്പോട്ടാണിത്. ഇത് പൊതുസ്ഥലവാ. ഈ ബ്ലോക്ക് എന്ന് പറയുന്ന നാടിന്റെ സ്വന്തന. ഇതിന്റെ അച്ഛൻ മണിന് തീറാറെ എഴുത്തൊന്നുമല്ലോ. ഞാൻ ഇവിടെ തന്നെ പറഞ്ഞാലും നെഗറ്റീവ്. അയ്യോ എന്റെ അച്ഛൻ വരുന്നത്. അണ്ണാ പ്ലീസ് എങ്ങോട്ടേലും പോ. എങ്ങോട്ടും പോകത്തില്ല. അണ്ണാ കയറി ഒളിച്ചിക്കണം പ്ലീസ്. പിന്നെ ഒളിച്ചിരിക്കാം. ഞാൻ മാത്രം ഇവിടെ തന്നെ നിൽക്കും. പുല്ല് ഇവിടെ തന്നെ നിൽക്കും. ഞാനിത് എവിടാടോ? എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യാ ഞാൻ? എന്ത്? അല്ല താനിത് എവിടാടോ? എടോ സൺലൈറ്റ് ഒക്കെ അടിച്ച് ഞാൻ ഡാർക്കായി. ഞാൻ ആക്ച്വലി ലണ്ടനിൽ വന്നതിന് ശേഷം ഇത്ര സൺലൈറ്റ് അടിക്കുന്നത് ആദ്യമായിട്ടാ. ശല്യം ചെയ്യുന്നത്? കമോൺ ബേബി, ശല്യപ്പെടുത്തു. ഞാൻ ജസ്റ്റ് വിശേഷങ്ങളൊക്കെ ചോദിച്ചല്ലേ? അല്ല, താനേ എന്നെ ഫോളോ ചെയ്യാ. ഫോളോ? എനിക്ക് കുട്ടിയുടെ പിന്നാലെ നടക്കാനല്ല ഇഷ്ടം, ഒപ്പം നടക്കാനാ ഇഷ്ടം. എന്തോ മറ്റേ ഹച്ചിലെ പട്ടിയാ? പട്ടിന്നോ പൂച്ചയെന്നോ എന്തുകൊണ്ടും വിളിച്ചോ. വേണമെങ്കിൽ ഒടിയൻ സിനിമയിലെ ലാലേട്ടനെ പോലെ പേടമാൻ ആയിട്ടൊക്കെ ഞാൻ വരാം. പേടമാനല്ല, നല്ല പെട കിട്ടാത്തതിന്റെ. പെട ആക്ച്വലി താൻ പെടയും ഞാൻ പൂവനും. Baby, let's come to the bullet too. Come on baby, let's go on the bullet. ഇപ്പൊ ശരിയാക്കി തരാവേ.
അതെ നമുക്ക് ഇവിടെ അപ്പുറത്തും സംസാരിക്കാം. സ്ട്രേഞ്ചേഴ്സിനോട് വരൂ. എന്താ പ്രശ്നം? ചേട്ടാ അതെ ആ ചെറുക്കനെ കണ്ടോ? അവൻ കുറച്ച് ദിവസമായിട്ട് എന്നെ ശല്യം ചെയ്യുക. ചേട്ടൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അവനിട്ട് 2 എണ്ണം കൊടുക്കണം. അവന്മാരിങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് വഴിയെ പോകുന്ന പെണ്ണുങ്ങളെ ശല്യം ചെയ്യാൻ വേണ്ടിട്ട്. വരട്ടുകളും നന്നായിട്ട് വരട്ടണം. അവൻ ഇനി മേലെ വരരുത് എന്റെ പുറകെ. എന്തോടാ വഴികളെ സുന്ദരികളായ പെണ്ണുങ്ങളെ ഇറങ്ങാൻ വയ്ക്കത്തിലോടാ. മൈൻഡ് യുവർ വേർഡ്സ്. മൈൻഡ് യുവർ വേർഡ്സോ? ഈ മുക്കിന് വന്ന് തോന്നിയ ദിവസം കാണിച്ച് ആട്ടിക്കിനെ ചെവക്കല്യാൻ പഠിപ്പിക്കടാ. ഞാൻ നോക്കി കുട്ടി വാ, നമുക്ക് അവിടെ കുട്ടി വരുന്നില്ല. ഓടാ പ്ലീസ്. അമ്പണ്ടല്ലോ കണ്ട വഴിവെക്കലൊക്കെ കയറി അമ്പണ്ണ കുമ്പണ വിളിക്കാറണം. കുട്ടി ഞാൻ വേറൊരു കാര്യം സംസാരിക്കാം. ഒരു കാര്യം പറയണ്ട. നീ ആ പെണ്ണിനെ ശല്യം ചെയ്യുന്ന പെണ്ണ് വരാൻ ഞാൻ എന്ത് കോളമാക്കൂടെ നിന്റെ റേറ്റ് ഞാൻ ചേട്ടാ കൊടുക്കേട്ടാ. നല്ല കാര്യം ചേട്ടാ. ഇനി അവൻ വരരുത് എന്റെ പുറകെ. ഇതേപോലുള്ള കുറെ ടീമുകളുണ്ട്. ഞാൻ ഡെയിലി ഇവിടെ ഈ ക്ലോക്ക് മരത്തിന് ഇവിടെ അടിച്ചോടിക്കല എന്റെ പരിപാടി. ആണോ? ഐ ആം വലിശാല അംബുജൻ. ശരി ചേട്ടാ. ഞാന് അച്ചു. നൈസ് ടൈം. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞാൽ മതി. കുട്ടിയുടെ വാട്സ്ആപ്പ് നമ്പർ തരാമോ? അതിന്റെ ആവശ്യമില്ല ചേട്ടാ. അല്ല ചാറ്റ് ചെയ്യാം, ഹെൽപ്പിന് വിളിക്കാം. വേണ്ട ചേട്ടാ. എന്തായാലും ഇങ്ങനെ എന്തെങ്കിലും അവസ്ഥ വന്നാൽ ഞാൻ ഇനി ചേട്ടൻ എന്തായാലും ഉറപ്പായിട്ട് നമ്പർ തരും. അല്ല നമ്പർ തന്നാലല്ലേ തിരുവനന്തപുരത്ത് എവിടെ ശല്യം ഉണ്ടോ പറഞ്ഞു തുമ്പല ബ്രദേഴ്സ് വലിശാല അംബുജൻ അവിടെ എത്തിയിരിക്കും. ഒരു സെൽഫി. കൈ വിട്ട് സെൽഫി എടുക്കും. അല്ല നമുക്ക് മറ്റേ ഇതിനകത്തല്ലേ. താങ്ക് യു ചേട്ടാ. താങ്ക് യു. ഓക്കെ വരുന്നുണ്ടോ? മനുഷ്യ എന്റെ പ്ലാൻ പൊളിച്ച് കൈ തന്നപ്പോ സമാധാനമായല്ലോ അല്ലേ? ഈ വലിയ ശാല അംബുജനെ ഒഴിവാക്കി നീ എന്ത് പ്ലാൻ ചെയ്ത് അത് ഞാൻ വന്ന് സ്പോട്ടിൽ കൊളാക്കി. മനുഷ്യ ഈ പെങ്കുച്ചിനെ എങ്ങനെയും വളച്ചിട്ട് വേണം പ്രതീഷിന്റെ മനസ്സിലും സുരഭിക്ക് ഒരു പാർക്കിംഗ് സ്പേസ് ഉണ്ടാകും. ആ പാർക്കിംഗ് സ്പേസിലെ ട്രാഫിക് ഞാൻ സ്മൂത്ത് ആക്കി തന്നാലോ? എനിക്ക് പൊളിക്കും. പൊളിക്കല്ലോ. സാധനം വിട്ട് പണിക്കൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ. തോന്നിട്ട് എടുക്കും. ഈ ലുക്കിലോ? ആ ഓക്കെ. ആ കവർ കൊടുക്കും. കവർ എടുക്കും മാൻ. കയ്യെത്തു. പോകാം. Come on. ഇന്ന് നേരത്തെ പണികളെല്ലാം കഴിഞ്ഞാ? എന്ത് നേരത്തെ വന്നത്? മക്കളത് കേട്ടില്ലേ? എന്തിനു നേരത്തെ വന്നു? എന്താ ഒന്നും മിണ്ടാത്തത്? എന്ത് കുഴപ്പമുണ്ടല്ലോ? സുരവി എന്നോട് ചോദിക്കണ കേട്ടില്ലേ? എന്ത് നേരത്തെ വന്നതെന്ന്? എനിക്ക് നേരത്തെ ഒന്നും എന്റെ പണി കഴിഞ്ഞ് നേരത്തെ വീട്ടിൽ എത്തി. എന്ത് കള്ളത്തരം പോലെ? എന്തൊരു കള്ളത്തരം? ഒന്നുമില്ല. നീ ഒന്നാണ് എന്തോന്ന്? കഴുത്തിന് എന്തിനു പറ്റി? ഒന്നുമില്ല കഴുത്തില്. കാണിച്ചാണ് എന്റെ അമ്മ ഒന്നുമില്ല. അപ്പൊ വായിട്ടടിച്ച് തരും ഞാൻ. നീ എന്തിനാ ചൂടാവണത്? പള്ളേ ഇത് എന്തിനാ? ആര് നിന്റെ കൊങ്കയ്ക്ക് പിടിച്ചു വെച്ചത്? എന്തെന്ന്? കമ്പനിയിൽ ചെറിയൊരു പ്രശ്നം. എന്ത് പ്രശ്നം? അത് പിന്നെ നീ ഇതെന്തോന്ന് ഉറങ്ങി നിൽക്കുന്നത്? ഒരെണ്ണം പാക്ക് ചെയ്യാൻ എത്ര നേരം വേണം? പറ്റൂലെങ്കിൽ കളഞ്ഞിട്ട് വേറെ പണിക്ക് പോ. വൈകുന്നേരം പൈസ എണ്ണി മേടിക്കാൻ നല്ല ഉഷാറാണല്ലോ. എനിക്ക് ഡേറ്റായി ചേച്ചി, ഒട്ടും വയ്യ. എന്നാ പിന്നെ നിനക്ക് വീട്ടിൽ ഇരുന്നൂടെ? കള്ളപ്പണി ചെയ്തിട്ട് പൈസ വാങ്ങിച്ചോണ്ട് പോവാന്ന് കരുതിയല്ലേ? അത് ഞാൻ സൂപ്പർവൈസർ ആയിട്ട് ഇരിക്കുന്ന അടുത്ത് നടക്കൂല. പെട്ടെന്ന് തൊട്ട് പാക്ക് ചെയ്തിട്ട് പോവാൻ നോക്കടി. കണ്ടില്ലല്ലേ അജയ് സാർ?
പേടിച്ചിട്ട് വന്നു. ആ മൂശയുടെ ഭയങ്കര കലിപ്പിലാന്നല്ലോ. ആര്? ആ സൂപ്പർവൈസർ. എന്തിനാ ചെയ്താ? എടി നമ്മുടെ മിനിക്കാണെങ്കിൽ ഒട്ടും വയ്യ. അവള് വയറുവേദന ഡേറ്റുമായിട്ട് ഒട്ടും വയ്യായിരുന്നു അവക്ക്. ആ പയ്യെ ജോലി ചെയ്തത്. അത് അവളോട് പറഞ്ഞപ്പോ മൂശയോട് പറയുവാന്നേ, വയ്യെങ്കിൽ പിന്നെ വീട്ടിലങ്ങ് ഇരുന്നാ പോരേന്ന്. അവർക്കെന്ത് ഡേറ്റ് ആവൂലേ? അത് ഈ സമയത്തൊന്നും അവർക്ക് വയറുവേദന ആണൂല്ലേ? ആ ഇതെല്ലാം അവിടെ അപ്പച്ചിയുടെ സ്വത്താന്നല്ലേ അവിടെയൊക്കെ വിചാരം. സൂപ്പർവൈസർ അതിന്റെ മുടയായിരിക്കും കാണിക്കണം. നീ മൈൻഡ് ചെയ്യണ്ട, നീ നിന്റെ ജോലി നോക്ക്. ഓ സത്യത്തിലേ, നീ വല്ലതും ആയിരുന്നു എന്റെ ഒറിജിനൽ മുതലാളിയെങ്കിൽ എന്റെ പൊന്നു മോളെ സത്യമായിട്ട് ഞാൻ അവിടെ മോന്തിക്കിട്ട് എന്നെ പൊട്ടിച്ചേനെ. നിനക്ക് അവരെ മോന്തക്കിട്ടടിക്കണമെങ്കിൽ ഞാൻ ഇവിടുത്തെ മുതലാളിയായേ പറ്റുള്ളൂ. അതിന് കുറച്ച് ധൈര്യം കാണിച്ചാൽ മതി. എന്നിട്ട് വേണം എന്റെ കഞ്ഞൂടി മുട്ട. ആ അപ്പൊ അറിയാം. എന്തെങ്കിലും ഗുളി എന്തെങ്കിലും ഉണ്ടോ അമ്മ കഴിക്കുന്നത്? ഉണ്ടാ? സന്ധ്യക്കകത്ത് 2 മുട്ടായി. ഞാൻ എടുക്കാം. പിടിച്ചോ അമ്മ, പിടിച്ചോ. പയ്യ ഇതെന്തോന്ന്? ഒരുത്തികൾക്കും പണിയെടുക്കാൻ വയ്യ, റെസ്റ്റ് എടുക്കുന്ന. അമ്മച്ചിക്ക് പെട്ടെന്ന് വയ്യാതായി. ഓ വയ്യെങ്കിൽ അവിടെ ഞാൻ ഇരുന്നൂടെ? എന്തിനു മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്? ഇതെന്താ ജോലി സ്ഥലമോ അത് ആശുപത്രിയോ? അങ്ങനൊന്നും പറയല്ലേ ചേച്ചി. പിന്നെ എങ്ങനെ പറയണം? വയ്യെങ്കിൽ എഴുന്നേറ്റ് പോയിന്തല്ലേ അങ്ങോട്ട്. നീ എന്നെ എന്തോന്നാണ് പറഞ്ഞത്? പൊട്ടിയാണോ? അതോ ഞാൻ വിളിച്ചത് വീണ്ടും നിന്നെ കൊണ്ട് വിളിപ്പിക്കണോ? ഞാൻ ഇവിടുത്തെ സൂപ്പർവൈസർ ആണ്. അയ്യോ, നീ ഏത് നമ്മുടെ സൂപ്പർവൈസർ? എനിക്കൊരു പുല്ലൂല്ലടി. ഒന്നും അല്ലെങ്കിൽ നിന്റെ അമ്മയുടെ പ്രായമല്ലടി അവര്. ആദ്യം ബഹുമാനം കാണിക്കണം കേട്ടോ. എന്നെ പഠിപ്പിക്കാൻ നീ ആരടി? വേറെ 300 ഗുണവാക്കി ജോലിക്ക് വരുന്നവള് എന്നെ ഭരിക്കാൻ വന്നോണ്ടല്ലോ തൂക്കിയെടുത്ത് വെളി കളഞ്ഞേ. പിന്നെ നീ അങ്ങ് ഒലത്തും. പോടി, എന്നൊന്ന് കാണട്ടെ നീ എന്നെ അടുത്ത് എറിയണത് മച്ചവളെ. ചുക്കം ചെയ്യൂലടി, വേട്ട വിളിച്ച്. അപ്പൊ ആ പണി പോയി കിട്ടി. ആ പണി പോണെങ്കിൽ പോട്ട്, പിന്നെ ഒരു പണി പോയ വേറെ പണി കിട്ടും. അമ്മ പറ, ഞാൻ ചെയ്തത് തെറ്റാണോ ശരിയാണോ? എന്റെ മക്കള് ചെയ്തതിൽ ഒരു തെറ്റുമില്ല കേട്ടാ. ആരെ ദ്രോഹിച്ചാലും നമുക്ക് എന്തിനും പറഞ്ഞ് കൈയും കെട്ടി നോക്കി നിൽക്കരുത്. അതെന്താരെങ്കിലും ചോദിക്കണം. അപ്പൊ എന്റെ മക്കൾ ചെയ്തത് ശരിയാണ്. പണി പോയെങ്കിൽ പോട്ടെ. വിഷമമുണ്ട്. ചായ കിട്ടിയ സാജ താൻ എന്തോന്നായി പറയുന്നേ? സുരഭി തന്നെയാണോ വഴക്കുണ്ടാക്കിയത്? താനൊരു കാര്യം ചെയ്യും, ആ CCTV ഫുട്ടേജ് എടുത്ത് എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യും. പെട്ടെന്ന് വേണം കേട്ടോ. ആ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് ദൈവമേ. ഒരു തരത്തിൽ സ്വസ്ഥതയില്ല. വീട്ടിലുമില്ല, ഓഫീസിലുമില്ല, പുറത്തിറങ്ങിയാലുമില്ല. മതിയല്ലോ, എന്തോ വേണം ഇനി.
ആ എടോ സാജ, ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. താൻ പെട്ടെന്ന് സൂപ്പർവൈസറെ വിളിച്ച് അയാളോട് പറ, കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് കേട്ടോ എല്ലാം ഒന്ന് സോൾവ് ചെയ്ത് വിടാൻ. വേണ്ടാത്ത കേസിനും പൊല്ലാപ്പിനും ഒന്നും പോകല്ലേ. ആ എല്ലാം എന്നെ അപ്പോഴപ്പം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടല്ലോ. ആ എന്തൊക്കെയാണാവോ നടക്കുന്നത്.